ഈ കണ്ടക്ടർ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സെക്ഷൻ 34(1) പ്രകാരം സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇത്തരം പ്രവൃത്തികൾ നിയമലംഘനങ്ങൾ മേലിൽ ഉണ്ടാവരുത് എന്ന് താക്കീത് നൽകി വിട്ടിട്ടുള്ളതാണ്. ശ്രീ മനീഷ് കുമാർ ചെല്ലിച്ചിറയിൽ തൃക്കോതമംഗലം വാകത്താനം എന്ന രക്ഷിതാവ്, അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ ചങ്ങനാശ്ശേരി SBHSSലും സെൻറ് ആൻഡ് സ്കൂളിലും പഠിക്കുന്നവരാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇന്നലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പോയിട്ട് തിരികെ വരുമ്പോൾ യൂണിഫോം ഉണ്ടായിരുന്നില്ല എന്ന കാരണത്താൽ അവർക്ക് കൺസെഷൻ നിഷേധിക്കുകയാണ് ഉണ്ടായത്. സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ കുട്ടികളെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് യൂണിഫോം ധരിക്കാതെ അന്നേ ദിവസം സ്കൂളിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറിനെ വിദ്യാർത്ഥികൾ ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് വകവെക്കാതെ, അത് കൂട്ടാക്കാതെ ഫുൾ ടിക്കറ്റ് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പരാതി ഇന്നലെ തന്നെ രക്ഷിതാവ് RTO എൻഫോഴ്സ്മെൻറ്റ് കോട്ടയം ശ്രീ ജയരാജ് സാറിനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇന്നലെ തന്നെ ഈ രക്ഷിതാവ് ഇവിടെ ചങ്ങനാശ്ശേരി വൈകിട്ട് ഓഫീസിലേക്ക് ഈ കംപ്ലയിൻറ്റ് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. അതും പ്രകാരം RTOയുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഇന്ന് തന്നെ ഈ ആ വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഓണറിനെയും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കണ്ടക്ടറിനെയും ഈ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അവരുടെ വിശദീകരണം വാങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്. അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടാതെ ഈ ഓഫീസിലെ MV ശ്രീ കിഷോർ കുമാർ, AMVമാരായ ശ്രീ അനൂജ് ചന്ദ്രൻ, ശ്രീ അൻഷാദ് എന്നിവരുടെ അന്വേഷണം നടത്തി ഇവിടെ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടക്ടർ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സെക്ഷൻ 34(1) പ്രകാരം സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇത്തരം പ്രവൃത്തികൾ നിയമലംഘനങ്ങൾ മേലിൽ ഉണ്ടാവരുത് എന്ന് താക്കീത് നൽകി വിട്ടിട്ടുള്ളതാണ്. ബസ് കണ്ടക്ടറുടെ വിശദീകരണം അന്നേ ദിവസം സ്കൂൾ കുട്ടികൾ ഒരു യൂണിഫോമിലല്ലായിരുന്നു എന്നുള്ളതാണ് കണ്ടക്ടർ കൺസെഷൻ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാരണം, ഈ കുട്ടികൾ ഈ ടിക്കറ്റിനുള്ള പൈസ യാത്രക്കാരിൽ നിന്ന് തന്നെ പിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വാഹന ഉടമയായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഒരു പക്ഷേങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ പ്രകാരം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് വാങ്ങിയെന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഫുൾ ടിക്കറ്റിൻ്റെ ഒറിജിനൽ തന്നെ ഈ രക്ഷിതാവ് എൻഫോഴ്സ്മെൻറ്റ് RTOയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. പരാതിയോടൊപ്പം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്.